പകുതി വില തട്ടിപ്പിന് പുറമെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പും. പീരുമേട് നിയോജക മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലെ 400 പേർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പോലും ലോൺ എടുക്കാൻ കഴിയാത്ത അവസ്ഥ. മുണ്ടക്കയം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഭാരത് ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിനാണ് ഇവർ ഇരയായിരിക്കുന്നത്. 2018 മുതലാണ് മുണ്ടക്കയം കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഭാരത് ഫിനാൻസ് എന്ന കമ്പനി മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ സ്ഥാപിച്ച പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആളുകൾക്ക് പണം നൽകിയത്. തുടർന്ന് കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്ന ലീഡർമാരുടെയും നേതൃത്വത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും പണം പിരിച്ച് കമ്പനിയുടെ മാനേജരാണെന്ന് പറഞ്ഞയച്ച ആളുകളുടെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിന് കൃത്യമായ തെളിവുകളുമുണ്ട്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ കുട്ടികളുടെ പഠനത്തിനാവശ്യമായ ലോൺ എടുക്കുന്നതിനോ വീട് നിർമ്മാണത്തിനാവശ്യമായ വായ്പ എടുക്കുന്നതിനു വേണ്ടിയോ മറ്റ് ബാങ്കുകളെ സമീപിച്ചപ്പോഴാണ് ഇവർ തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത്. സിബിൽ സ്കോർ കുറവാണെന്നും ഭാരത് ഫിനാൻസ് ഉൾപ്പെടെയുള്ള മൈക്രോ ഫിനാൻസുകളിൽ നിന്നും എടുത്തിട്ടുള്ള ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുമാണ് സിബിൽ സ്കോറിൽ പറയുന്നത്. അങ്ങനെ തുടങ്ങിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്രയും അധികം ആളുകൾ തട്ടിപ്പിന് ഇരയായ വിവരം അറിയുന്നത്. സംഭവത്തിൽ കമ്പനി അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്ന കളക്ഷൻ ഏജന്റുമാർ ലീഡർമാരുടെ പക്കൽ നിന്നും പണം വാങ്ങി മടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ പണം കമ്പനിയെ ഏൽപ്പിച്ചതും ഇല്ല. അങ്ങനെ മൈക്രോ ഫിനാൻസിൽ വായ്പ വാങ്ങിയ മുഴുവൻ ആളുകളും കമ്പനിയിൽ അടയ്ക്കാനുള്ള തുകയായി പറയുന്നത് 50 ലക്ഷത്തിലധികമാണ്. എന്നാൽ ഈ തുക മുഴുവനും വായ്പയെടുത്ത മുഴുവൻ ആളുകളും അടച്ച തീർത്തതുമാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ഷൻ ലീഡർമാരായ 15ഓളം ആളുകൾ ചേർന്ന് DGPക്കും ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ലീഡർമാരായി പ്രവർത്തിച്ചവർ പീരുമേടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 400 മെമ്പർമാർ അടുത്തോളം ലോൺ എടുത്തിട്ടുണ്ട്. മൊത്തം 4-5 ലീഡർമാരും അല്ലാതെ സബ് ലീഡർമാരും 6-7 പേരും ഉണ്ട്. മൊത്തം 2800 മെമ്പർമാരുണ്ട്. വണ്ടിപ്പെരിയാറും, അഞ്ചുമല, കുമളി, പീരുമേട് തൊട്ട് അത്രയും മെമ്പർമാരുണ്ട്. നിങ്ങൾ 2018 തൊട്ട് 2024 വരെ അടച്ച പൈസകളൊന്നും അവിടെ മുണ്ടക്കായം ബ്രാഞ്ചിലൊന്നും പോയിട്ടില്ല. നിങ്ങൾ അടച്ച കളക്ഷൻ ലോക്ക്ഡൌണിൽ 50 ആഴ്ച അടവുക്ക് 52 ആഴ്ച അടവും ഞങ്ങളുടെ ഓരോ മെമ്പർമാരുടെ കയ്യിൽ നിന്ന് ഇവർ മേടിച്ചിട്ടുണ്ട്. എല്ലാം വന്നിട്ട് ഞാൻ ഒരു 50 പ്രാവശ്യമെങ്കിലും പീരുമേട് DYSP സാറിൻ്റെ അടുത്തും പീരുമേട് സ്റ്റേഷനിലെ അടുത്തും പോയി വന്നും മടുത്തു. ഞാൻ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം വെച്ച് കോടതിയിൽ CMB ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അതിൽ കേസിന്റെ അവധിയായിരുന്നു. ഇന്നലെ കേസായിരുന്നു. രാജേശ്വരിക്ക് എൻ്റെ മോൻ അയച്ചു കൊടുത്തിട്ട് എൻ്റെ മോൻ അത് ഗൂഗിൾ പേ വഴിയൊക്കെ കൊടുത്ത് അടയ്ക്കുന്നതായിരുന്നു. ബുക്കേല് അടച്ചത് കാണിക്കുമ്പോഴത്തേനും അവരത് തെളിവല്ലെന്നാണ് പറയുന്നത്. അപ്പം അത് കാരണം എനിക്ക് ഈ സിവിൽ കയറി കിടക്കുവാണ്. എവിടെ ലോൺ വെച്ചാലും സിവിൽ കാണിക്കുന്നുണ്ടെന്നുള്ള ഇതാണ് കാണിക്കുന്നത്. അവർ ആ സിവിൽ മാറ്റി തരണം. ഇതുകൂടാതെ മറ്റ് മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നും എടുത്തിട്ടുള്ള ലോണുകൾക്കും സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ തങ്ങൾക്കുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കൾ വരെ വിൽക്കേണ്ട അവസ്ഥയുണ്ടായി. ഇതുകൂടാതെ പണം അടച്ച മുഴുവൻ ആളുകളും ലീഡർമാരുടെ വീടുകളിൽ വന്ന് നിരന്തരം ശല്യം ചെയ്യുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.